ഹായ് ഹലോ ഗുഡ് ഈവനിങ് കൂട്ടുകാരെ. അപ്പോൾ ഇന്നത്തെ ടിപ്സ് എന്ന് പറഞ്ഞാൽ അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും ശരീരത്തിന് നല്ല കാന്തി ലഭിക്കാനും അതുപോലെ തന്നെ ഓജസ്സും ഭംഗിയും കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു ടിപ്സുമായിട്ടാണ് വന്നിട്ടുള്ളത്. എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്ന ആയുർവേദ ഉൽപ്പന്നങ്ങൾ നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യാറില്ല അല്ലേ? അപ്പോൾ നമുക്കിത് ആയുർവേദ ഉൽപ്പന്നത്തെക്കുറിച്ചാണ് പറയാൻ വന്നത്. അതായത് നമ്മുടെ ധാതുക സീനോ എന്ന് പറയുന്ന ഒരു ഉൽപ്പന്നം നമുക്ക് അങ്ങാടിക്കടയിൽ വാങ്ങിക്കാൻ കിട്ടും. അതുപോലെ തന്നെ അമുക്കുരു എന്ന് പറയുന്ന ഒരു ഉൽപ്പന്നവും കിട്ടാറുണ്ട്. നമുക്ക് ഈ രണ്ട് ഉൽപ്പന്നം വെച്ചിട്ട്, അതായത് അതിലേതെങ്കിലും ഒരെണ്ണം എണ്ണ കാച്ചി, അതായത് ഇപ്പോൾ അമുക്കുരുവാണ് എടുക്കുന്നതെങ്കിൽ ധാതുക സീനോ എന്ന് പറയുന്ന ഉൽപ്പന്നം ആവശ്യമില്ല. അപ്പോൾ ഈ രണ്ട് ഇൻഗ്രീഡിയൻസിൽ ഏതെങ്കിലും ഒരെണ്ണം നമുക്കൊന്ന് കിട്ടിയില്ലെങ്കിൽ ഒന്ന് യൂസ് ചെയ്യുക. അതിനാണ് ഈ രണ്ടിൻ്റെയും പേര് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ ചെയ്യാനുള്ളത് എന്താണെന്ന് പറഞ്ഞാൽ, ഏതായാലും ഇത് രണ്ടിലേതെങ്കിലും ഒന്ന് വാങ്ങിച്ചതിന് ശേഷം അത് എണ്ണ കാച്ചി നമ്മുടെ ശരീരത്തിൽ കുളിക്കുന്നതിന് മുന്നേ ഒരു മണിക്കൂർ മുന്നേ ശരീരം മുഴുവനും തേച്ച് പിടിപ്പിച്ച ശേഷം കുളിക്കുകയാണെങ്കിൽ നമുക്ക് വളരെ നല്ല റിസൾട്ടാണ്. നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന എല്ലാവിധ ചർമ്മരോഗങ്ങളായാലും നമ്മുടെ ശരീരത്തിലുള്ള ചൊറി ചുണങ്ങ് ഇങ്ങനെയുള്ളതെല്ലാം മാറി, അതുപോലെ തന്നെ ഓജസ്സും നല്ല കാന്തിയും ശരീരത്തിന് നിറവും എല്ലാം ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളത് കിട്ടുകയാണെങ്കിൽ വാങ്ങിച്ച് ഞാൻ പറഞ്ഞതുപോലെ എണ്ണ കാച്ചി യൂസ് ചെയ്യുക. ഒരുപാട് പൈസ ചിലവൊന്നും ഇല്ലാത്ത ഒരു സംഭവമാണ്. അതുപോലെ തന്നെ ഇനിയൊരു ടിപ്സ് പറയാൻ വന്നത്, നമ്മുടെ ശരീരത്തിനുള്ള ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്സുമായിട്ടാണ് വന്നിട്ടുള്ളത്. അതെന്താണെന്ന് പറഞ്ഞാൽ, കുർത്തിച്ചക്ക എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മൾ കുർത്തിച്ചക്ക കൊണ്ട് കറി വയ്ക്കാനും പായസം വയ്ക്കാനും ജ്യൂസ് അടിക്കാനും എല്ലാം നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഒരു കുർത്തിച്ചക്ക കിട്ടുകയാണെങ്കിൽ നിങ്ങൾ എടുത്ത ശേഷം, അല്ലെങ്കിൽ കടയിൽ നിന്ന് വാങ്ങിയാലും മതി, എടുത്തതിന് ശേഷം നിങ്ങൾ ഈ കുർത്തിച്ചക്കയുടെ കുറച്ച് ഭാഗം എടുക്കുക. ഒരു ആടലോടകത്തിൻ്റെ കുറച്ച് ഇലകൾ, അതായത് ഒരു 50 ഗ്രാം ഇല എടുക്കുക. ആ ഇല എടുത്തതിന് ശേഷം അതിൽ ഒരു മുറി തേങ്ങ തിരുകി അതുകൂടി ചേർക്കുക. ഇത് മൂന്നും കൂടി മിക്സ് ചെയ്തതിന് ശേഷം ഇതിലൊരു 1/2 കിലോഗ്രാമോളം കൽക്കണ്ടം ചേർത്ത് ഇതിനെ ആവിയിൽ, ലാസ്റ്റ് മാത്രമേ കൽക്കണ്ടം ചേർക്കാവൂ. ഇത് മൂന്നും കൂടി ആവിയിൽ നല്ലതുപോലെ വേവിച്ച് പുഴുങ്ങിയെടുക്കുക. നല്ലതുപോലെ വേവിച്ചെടുത്ത ശേഷം, ആവിയിലെന്ന് പറഞ്ഞാൽ നമ്മൾ ഇഡ്ഡലി ചെമ്പിൻ്റെ തട്ടിലെങ്ങാനും വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട്. വെള്ളത്തിലിട്ട് വേവിക്കരുത്, അല്ലാതെ വേവിച്ചെടുക്കുക. നല്ലതുപോലെ ആവി കയറ്റി എടുത്തതിന് ശേഷം കൽക്കണ്ടം കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം ഇതൊരു ബോട്ടിലാക്കി സൂക്ഷിക്കുക. ജസ്റ്റ് ഒന്ന് ഉണക്കി ബോട്ടിലാക്കി സൂക്ഷിക്കുക. ഇതിനെ കുറേശ്ശെ എടുത്ത്, അതായത് 4 നേരം ഓരോ സ്പൂൺ വീതം വെച്ച് നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരക്ഷീണം, അതായത് മറ്റുള്ള ജോലിക്ക്, വീട്ടുജോലി, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ജോലികൾ ചെയ്യുന്ന ആൾക്കാർക്ക് ശരീരക്ഷീണം മാറി ശരീരത്തിൽ നല്ല ഓജസ് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻസാണിത്. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കിയതിന് ശേഷം ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക. അപ്പോൾ ടാറ്റ. പുതിയ ടിപ്സ് കൊണ്ട് നാളെ വരുന്നതായിരിക്കും. ഓക്കെ.